ഹായ്, ഹലോ. എൻ്റെ പേര് ഹാഷിം. വി ആർ ക്രിയേറ്റീവ് എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്കും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഞാൻ ഇന്ന് ഇവിടെ വന്നിരിക്കുന്ന ഒരു റിവ്യൂമായിട്ടല്ല. നമ്മൾ പലരോടായിട്ട് പറയുന്ന രണ്ട് വാക്കുകൾ, ദിവസവും പറയുന്ന രണ്ട് വാക്കുകൾ, ആ രണ്ട് വാക്കുകളെ കുറിച്ചാണ് പറയുന്നത്. അത് നമ്മൾ മറ്റൊരാളോട് പറയുമ്പോൾ മറ്റുള്ള ആളുകളുടെ റിയാക്ഷൻ എന്താണെന്നുള്ളത്. അത് ചിലപ്പോൾ സന്തോഷമുള്ളതായിരിക്കാം, ചിലപ്പം സങ്കടമുള്ളതായിരിക്കാം. ആ രണ്ട് വാക്കുകളെ കുറിച്ചാണ് ഞാൻ പറയാൻ ശ്രമിക്കുന്നത്. ഈ വീഡിയോയിൽ ഞാനിപ്പം പറയാൻ പോകുന്ന കാര്യങ്ങൾ ആരെയും വേദനിപ്പിക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല. എൻ്റെ ജസ്റ്റ് ഒരു വീഡിയോ ഇവിടെ കണ്ടാൽ മതി. ഇപ്പോൾ നിങ്ങൾക്ക് പലർക്കും ഈ രണ്ട് വേർഡ്സ് ചോദിച്ചിട്ട് പല തരത്തിലുള്ള ഇമോഷണൽ ഫീലിങ്സ് വന്നിട്ടുണ്ടാവും. എക്സ്പെഷ്യലി അവരുടെ റിപ്ലൈ ചിലപ്പോൾ വളരെ മോശമായിരിക്കാം, ചിലപ്പം വളരെ സന്തോഷമുള്ളതായിരിക്കാം. ഞാൻ അതിനെക്കുറിച്ചാണ് പറയാൻ വേണ്ടുന്നത്. ആരെയും വേദനിപ്പിക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല ഈ വീഡിയോ ചെയ്യുന്നത്. എല്ലാവർക്കും, എനിക്കും നിങ്ങൾക്കും എല്ലാവർക്കും ഈ അനുഭവം ഉണ്ടാവണം. കാരണം ഇപ്പോൾ ചില ആളുകൾ പറയുമല്ലോ, ഒരുപാട് കരഞ്ഞാലേ നമുക്ക് ചിരിക്കാൻ പറ്റുള്ളൂ എന്ന്. അതുപോലെയാണ്, ഒരുപാട് ചിരിക്കുമ്പോൾ ഒരു സങ്കടം വരും. അതേപോലെ തന്നെയാണെന്ന് എൻ്റെ ഒരു കാഴ്ചപ്പാട്. അപ്പോൾ ഞാൻ കാര്യത്തിലേക്ക് വരും. ഞാൻ പറയുന്ന രണ്ട് കാര്യങ്ങൾ. ഒന്ന്, നമ്മൾ ഒരാളോട് ചോദിക്കുന്നത് നിനക്ക് സുഖമാണോ, നീ ഭക്ഷണം കഴിച്ചോ? ഈ രണ്ട് ചോദ്യം നമ്മൾ മറ്റുള്ളവരോട് ചോദിക്കുമ്പോൾ അവർ തിരിച്ച് പറയുന്ന റിയാക്ഷനാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ ശ്രമിക്കുന്നത്. അപ്പോൾ നമ്മൾ സ്ഥിരമായി കാണുന്ന വ്യക്തികളായിരിക്കാം, നമ്മുടെ കൊളീഗായിരിക്കാം, നമ്മുടെ ഫ്രണ്ട്സായിരിക്കാം. അപ്പോൾ ഈ ചോദ്യം ചോദിക്കുമ്പം പല ആളുകളുടെയും റിയാക്ഷൻ എന്തായിരിക്കും? എൻ്റെ ഒരു ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ, ചില ആളുകൾക്ക് വളരെ ആ ചോദ്യം ചോദിക്കുമ്പോൾ അവർ വളരെ കൂടുതലായിട്ടാണ് ആൻസർ ചെയ്യാം. എനിക്ക് സുഖമാടാം, അല്ലെങ്കിൽ സുഖമാണ്, ഞാൻ ഭക്ഷണം കഴിച്ചിട്ടുണ്ടെന്ന് പറയും. പക്ഷേ ചില ആളുകൾ, എൻ്റെ മാത്രമല്ല നിങ്ങൾക്കും പലർക്കും പറയാൻ പോകുന്നതായിരിക്കും നിനക്ക് വേറെ പണിയൊന്നുമില്ലേ, നമ്മളിപ്പോൾ ഇന്നലെ അല്ലെങ്കിൽ മെഞ്ഞാന്ന് നമ്മൾ കണ്ടിട്ടല്ലേ ഉള്ളൂ, പിന്നെ എനിക്ക് എന്ത് വിശേഷം ഉണ്ടാവാനാണ്, പിന്നെ ഞാൻ ഭക്ഷണം കഴിച്ചിട്ടുണ്ട്, നിനക്ക് എന്താ ഇപ്പോൾ എന്ന് ചോദിക്കും. ചില ആളുകൾ പല തരത്തിലാണ് ചിന്തിക്കുക. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോഴത്തെ ലോകം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം, ഭയങ്കര ഫാസ്റ്റായിട്ടാണ് പോകുന്നത്. അതായത് ആർക്കും ഒന്നിനും സമയമില്ല, എല്ലാവർക്കും തിരക്കാണ്. ഒരു മിനിറ്റ് വരെ വാല്യൂ ആളുകളാണ്. ശരിയാണ്, നല്ലതാണ്. നമ്മൾ ജോലിക്കായാലും മറ്റുള്ള കാര്യത്തിലൊക്കെ നമ്മൾ വാല്യൂ കൊടുക്കുന്നത് നല്ലതാണ്. പക്ഷേ ഇങ്ങനത്തെ കാര്യത്തിൽ ആക്ച്വലി നമ്മളിപ്പോൾ ഒരാൾ നമ്മളോട് ഒരു വിശേഷം അന്വേഷിക്കുമ്പോൾ, ഇപ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് കാണുന്ന ആളുകളായിരിക്കാം, പക്ഷേ പ്രശ്നമില്ല. പക്ഷേ അയാളുടെ ഒരു മിനിറ്റ് അല്ലെങ്കിൽ ഒരു 5 മിനിറ്റ് ആ പുള്ളിയോട് സംസാരിക്കുമ്പോൾ അതിലൊരു റിലീഫ് ശ്രമിക്കുന്ന ആളുകളുണ്ട്. ഞാൻ എൻ്റെ കാഴ്ചപ്പാട് പറയുകയാണ്, എല്ലാവരും അല്ല, എൻ്റെ കാഴ്ചപ്പാട് പറയുകയാണ്. അത് നമുക്കത് കിട്ടുമ്പോൾ അപ്പോൾ അവർ നമ്മളോട് ചോദിക്കുന്ന ചോദ്യത്തിനുള്ളിൽ ഈ രണ്ട് ചോദ്യം, അതായത് നിനക്ക് സുഖമാണോ, ഈ ഭക്ഷണം കഴിച്ചോ, ചോദിക്കുന്നതിൻ്റെ ചോദ്യത്തിൽ ഒരു കെയറിങ് ഉണ്ട്, ഒരു സ്നേഹമുണ്ട്. ഇത് മനസ്സിലാക്കാൻ പറ്റാത്ത ആളുകളാണ് ഇപ്പോൾ ഈ കാലത്തുള്ളതെന്ന് ഞാൻ പറയും. അത് എല്ലാവരും കുറിച്ചല്ല. എൻ്റെ ഒരു കാഴ്ചപ്പാട് പറയുകയാണെങ്കിൽ, ഒരു 100-ൽ 60% ആളുകളും ഈ ചോദ്യത്തെ ഭയക്കുന്നവരും വെറുക്കുന്നവരുമാണ്. ഈ ചോദ്യം ചോദിക്കാൻ പോയി കഴിഞ്ഞാൽ അവർക്ക് ഭയങ്കര ദേഷ്യമായിരിക്കും. എക്സ്പെഷ്യലി ഇപ്പം ദൂരത്തുനിന്നുള്ള വരുന്നുണ്ട്. ഇപ്പോൾ ആ പുള്ളിയാണ് അവൻ ഡെയിലി കാണുന്നത്. അവനെ കാണുമ്പോൾ അവർക്ക് ഭയങ്കര വെറുപ്പായിരിക്കും. ഇവൻ വരുന്നുണ്ട്, ഇപ്പോൾ ചോദിക്കാൻ പോയി ചോദ്യം ഇതായിരിക്കും എന്നുള്ളത്. ഇപ്പോൾ ആ വ്യക്തി അവനെ വിളിച്ചിട്ട് അവൻ വിളിക്കും, അല്ലാതെ അവനെ വിളിക്കുമ്പോൾ അവൻ്റെ ഫോൺ എടുക്കില്ല. എടുത്താൽ തന്നെ അവനെ റിപ്ലൈ കൊടുക്കുന്നത് എന്തായിരിക്കും? എനിക്ക് എന്താ വേണ്ടി, ഞാൻ കുറച്ച് തിരക്കാണ്, എനിക്ക് പെട്ടെന്ന് വിളിച്ച കാര്യം പറഞ്ഞു തരും. പക്ഷേ അപ്പോൾ അവൻ ഈ ചോദ്യത്തിലേക്ക് ചോദിക്കുക, എനിക്ക് സുഖമാണെന്ന് ചോദിക്കുമ്പോൾ വരും, എനിക്ക് വേറെ പണിയൊന്നുമില്ല, ഈ ഫോം ഒക്കെ എനിക്ക് കുറച്ച് തിരക്കാണ് വരും. പക്ഷെ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, ഞാൻ നിങ്ങൾക്കൊരു 100 ഫ്രണ്ട്സ് ഉണ്ടെന്ന് നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടെങ്കിൽ, ആ 100 ഫ്രണ്ട്സിൽ ഒരാൾ പോലും നിങ്ങളോട് ഈ ചോദ്യം പോയിട്ട് ഇതിൻ്റെ ഒരു ഇത് ചോദിക്കില്ല, നിനക്ക് സുഖമാണോ, നീ ഭക്ഷണം കഴിച്ചെന്ന് ഒരു ഫ്രണ്ട്സും ചോദിക്കില്ല. ഷുവറാണ്. അത് ഈ വീഡിയോ കാണുന്ന പലർക്കും മനസ്സിലാണെന്ന് വിചാരിക്കുന്നത്. അവർക്ക് അനുഭവങ്ങളുണ്ടാവും. ഒരാളും ചോദിക്കില്ല. ചിലപ്പോൾ ഉണ്ടായിരിക്കാം 1-2 പേരും, അല്ലെങ്കിൽ 100 ഫ്രണ്ട്സ് 100 ആളും ചോദിക്കില്ല. പക്ഷേ അതിൻ്റെ ആവശ്യമില്ല അവർക്ക്. പിന്നെ പണത്തിന് വേണ്ടി ഓടുന്ന ആളുകളാണല്ലോ ഇപ്പോഴത്തെ ലോകം എന്ന് പറയുന്നത്. പിന്നെ പണ്ട് കാര്യമില്ല, എല്ലാവർക്കും അതാണ്. എല്ലാവർക്കും സമയം നല്ലതാണ്, ഇല്ലയെന്നും പറയില്ല. പക്ഷെ ഇപ്പോൾ ഈ ക്യാഷ് ഉണ്ടാക്കാനുള്ള ഓട്ടത്തിൽ ഇതൊക്കെ അവർ മറക്കും. അവർക്കത് ചിന്തിക്കേണ്ട ആവശ്യമില്ല. പിന്നെ അതുപോലെ ഈ ചോദ്യം അവർ വേറൊരാളോട് ചോദിച്ചു വിചാരിച്ചോളൂ, നിനക്ക് സുഖമാണോ, നീ ഭക്ഷണം കഴിച്ചെന്ന് ചോദിക്കുമ്പം ചില ആളുകളുണ്ട്,
ബാക്കി 30% ആളുകൾ, അതിൽ 30% ആളുകൾ തിരിച്ച് പറയുന്നത് എന്തായിരിക്കും അറിയോ? എടാ എനിക്ക് സുഖമാണ്, അല്ലെങ്കിൽ എടീ എനിക്ക് സുഖമാണ്. ഭക്ഷണം കഴിച്ചു ചോദിക്കുമ്പോൾ ഞാൻ ഭക്ഷണം കഴിച്ചു, ഞാനിന്ന് ദോശ കഴിച്ച്. നീ എന്താ കഴിച്ചു ചോദിക്കുമ്പോൾ പറയും ഞാൻ ഇന്ന് പൂരി കഴിച്ചെന്ന് പറയും. അപ്പോൾ അതൊക്കെ കാര്യങ്ങൾ ചോദിക്കും, അത് ക്യാഷ്വൽ കാര്യം ചോദിക്കും. അത് കേൾക്കുമ്പം അതായത് ഈ ചോദിച്ച ആൾക്കുകളുടെ സന്തോഷമുണ്ട്. അതായത് അവർ റിപ്ലൈ പറഞ്ഞല്ലോ, എടാ ഞാൻ ഭക്ഷണം കഴിച്ചിട്ടുണ്ട്, ഞാൻ ദോശ കഴിച്ചെന്ന് പറഞ്ഞിട്ട് പറയുമ്പം ഈ ചോദിച്ച വ്യക്തി ആൻസർ ചെയ്ത വ്യക്തി റിപ്ലൈ കൊടുക്കുമ്പോൾ ആ ചോദിച്ച വ്യക്തിക്ക് എത്ര സന്തോഷം ഉണ്ടാവും എന്നുള്ളത് വേറൊരു ഇതായിരിക്കും. നമുക്ക് ഇപ്പോൾ പറഞ്ഞാൽ മനസ്സിലാവില്ല, ആ ഫീലിങ്സ് കിട്ടിയാലേ മനസ്സിലാവുള്ളൂ. ഞാനിപ്പോൾ എൻ്റെ ഒപ്പീനിയൻ പറയുകയാണെങ്കിലല്ല, ഇപ്പോൾ എനിക്ക് പേഴ്സണൽ ഒരുപാട് തന്നെ അനുഭവം ഉണ്ടായിട്ടുണ്ട്, ഇപ്പം നിങ്ങൾക്കും ഉണ്ടായിരിക്കാം. പക്ഷെ അത് ഈ 2 ചോദ്യങ്ങളിലുള്ള ഒരു കെയറിങ്ങും ഒരു സ്നേഹം കരുതലൊക്കെ അതെപ്പോഴും വേണമെന്നാണ് എൻ്റെ ഒരാഗ്രഹം. അതുമാത്രമല്ല ഞാൻ എല്ലാവരോടും പറയാണ്, അത് നിങ്ങളെല്ലാവരും അങ്ങനെ ചോദിക്കണം. അതൊക്കെ നല്ലതാണ്. എക്സ്പെഷ്യലി നമ്മളിപ്പോൾ ഒരു ഗുഡ് മോർണിംഗ്, ഗുഡ് ആഫ്റ്റർനൂൺ അല്ലെങ്കിൽ ഹായ് എന്ന് പറഞ്ഞതൊക്കെ കോമൺായിട്ട് പറയുന്നതാണ്. പക്ഷെ നമ്മൾ ഈ ഭക്ഷണം കഴിച്ചോടെ എന്നൊക്കെ ചോദിക്കുമ്പോൾ, അല്ലെങ്കിൽ എനിക്ക് സുഖമാണെന്നൊക്കെ ചോദിക്കുമ്പോൾ ഒരു എന്താ പറയുക, നമ്മുടെ ഈ നൊസ്റ്റാൾജിയ എന്നൊക്കെ എല്ലാവരും പറയുന്നുണ്ടല്ലോ, പക്ഷെ അതിനേക്കാളും വലുതാണിത്. പക്ഷേ ഇപ്പോഴത്തെ ജനറേഷൻ ചിലരൊന്നും ചിന്തിക്കാനുള്ള സമയം ആർക്കില്ല. ഇപ്പം പഠിക്കുന്ന ആളുകളായാലും ജോലിക്ക് പോകുന്ന ആളുകൾ, മറ്റുള്ള ആളുകളായാലും ഒന്നും ചിന്തിക്കാൻ പോലും ആൾക്ക് സമയമില്ല. ഇപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. ഇപ്പോൾ അന്നിപ്പോൾ എല്ലാവർക്കും ഇപ്പോൾ ജസ്റ്റ് ഒരു മെസ്സേജ് അയക്കാൻ പണി മാത്രമേ, വാട്സപ്പിലായാലും ഇൻസ്റ്റയിലായാലും ഒക്കെ. പക്ഷെ അത് ആ ആളുടെ വ്യക്തിയോട് നമ്മൾ അത് ഓപ്പണായിട്ട് നമ്മൾ ഡയറക്റ്റ് കാണുമ്പോൾ നമ്മൾ ചോദിക്കുമ്പം അവരുന്ന റിയാക്ഷൻ, ഇപ്പോൾ അവരുന്ന റിപ്ലൈ എന്തും ആയിക്കോട്ടെ, അതിപ്പം ഇപ്പോൾ നമ്മളെ വിഷമിക്കുന്ന ഇതായിരിക്കട്ടെ, തിരിച്ച് ആ വ്യക്തി പറയുന്നത്, അല്ലെങ്കിൽ സന്തോഷത്തോടെ പറയുന്നതായിക്കോട്ടെ, പക്ഷെ നമ്മൾ രണ്ടായാലും നമ്മളത് മനസ്സിൽ വെച്ചാൽ മതി. അത് വീണ്ടും ചോദിക്കുക, പ്രശ്നമൊന്നുമില്ല. നമുക്ക് ചോദിക്കാമല്ലോ, അത് നമ്മളെ നാക്കല്ലേ, നമുക്ക് പറയാമല്ലോ. പക്ഷെ നമുക്ക് ഞാൻ പറയാം, അവർ നമ്മൾ ഏത് ലെവലിൽ അവർ ഹേർട്ട് ചെയ്താലും നമ്മളത് വീണ്ടും ചോദിക്കുക എന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. കാരണം അതിൽ അവർക്ക് മനസ്സിലാവും, അവർക്ക് ഇപ്പോഴും അവർ പിന്നീട് അവർ മനസ്സിലാക്കുന്നൊരു കാലം വരും എന്ന് വിശ്വസിച്ചിട്ട് അവിടെ നിർത്താതാണ്. അത് ഞാൻ പറഞ്ഞത്, അത് നമ്മളെ എത്ര നമ്മൾ ഹേർട്ട് ചെയ്താലും നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കണം. അവർ എന്ത് വേണം പറഞ്ഞോട്ടെ, പ്രശ്നമില്ല, അത് നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ചില ആളുകളുണ്ട്, ഇപ്പോൾ നമ്മളിപ്പോൾ പലപ്പോഴും കാണുമ്പോൾ ഈ ചോദ്യം ചോദിച്ചിട്ട് അവർ വീണ്ടും പിന്നെ എടാ അത് ഇനി ചോദിച്ചാൽ എനിക്ക് മോശമാവും, അല്ലെങ്കിൽ അവനെ വേറെ എന്ത് ചീത്ത പറയും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വേർഡ്സ് യൂസ് ചെയ്യുന്ന പറയും. പക്ഷെ അതൊന്നും നോക്കേണ്ട ആവശ്യമില്ല. എല്ലാവർക്കും ഒരു വ്യക്തിത്വമുണ്ട്, ആ വ്യക്തിത്വം വിട്ട് കളിക്കരുതെന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. നമുക്ക് ചോദിച്ചുകൊണ്ടിരിക്കാം, നമുക്ക് പ്രശ്നമൊന്നുമില്ല. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, കാലം മായ്ക്കാത്ത മുറികളില്ല, എല്ലാം മോളുടെ ഒരാൾ കാണുന്നുണ്ട്, ദൈവം കാണുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ, നിങ്ങളെല്ലാവരും. അപ്പോൾ അത് ആ സമയത്ത് അവർ പഠിക്കുക. അല്ല ഞാനല്ല ആരെയും ശപിക്കാൻ വേണ്ടിയിട്ട് പറയാനല്ല കേട്ടോ ഞാൻ ഇത് പറഞ്ഞത്. സംബന്ധിച്ചാൽ അത് ആ ചോദ്യത്തിനും ആ ഒരു ഉത്തരം കൊടുക്കേണ്ട വ്യക്തി അയാൾ പിന്നെ ഇപ്പോഴല്ലെങ്കിൽ അയാൾ പിന്നീട് ചിന്തിക്കും, ഇവൻ എന്നോട് ഇങ്ങനെയൊക്കെ ചോദിച്ചിരുന്നല്ലോ മുമ്പ് എന്നുള്ളത്. അപ്പോൾ ആ ഒരു പശ്ചാത്തലം മാത്രം മതി. അപ്പം ഇത്രയേ ഉള്ളൂ എനിക്ക് പറയാൻ. എൻ്റെ ഈ റിവ്യൂ എന്ന് പറയുന്നില്ല, എൻ്റെ വീഡിയോ ആരെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിന് വേദനിപ്പിക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല ഞാൻ ഈ വീഡിയോ ചെയ്തത്. നമ്മളെല്ലാവരും മറന്നു പോകുന്ന 2 കാര്യങ്ങളെക്കുറിച്ച് ഓർമ്മിക്കാൻ വേണ്ടി മാത്രമാണ്. ചിലർ ദിവസം പറയുന്നതായിരിക്കും, പക്ഷേ ഈ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിലും എല്ലാവരും നല്ല സ്നേഹത്തോടെ തന്നെ ഇത് പ്രസൻറ്റ് ചെയ്യുന്ന ആളായാലും അവർ റിപ്ലൈ കൊടുക്കുന്ന ആളായാലും സ്നേഹത്തോടെ തന്നെ ഇത് അവർക്ക് തിരിച്ച് അതുപോലെ ഫീഡ്ബാക്ക് കൊടുക്കുക. ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. ഗുഡ് ബൈ, ശുഭദിനം.